നമുക്കിന്ന് തോമസിന്റെ കഥ കേൾക്കാം. വെറും 90 ദിവസം കൊണ്ട് സ്വന്തം ജീവിതം അടിമുടി മാറ്റിമറിച്ചൊരാൾ. പണമില്ല, നല്ലൊരു ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ. അവിടെ നിന്ന് വിജയത്തിലേക്ക് അയാൾ നടത്തിയ ആ കുതിപ്പുണ്ടല്ലോ, അതിനു പിന്നിൽ വളരെ ലളിതമായൊരു രഹസ്യമുണ്ടായിരുന്നു. ഒരേ ഒരു ശീലം. 2 മണിക്കൂറോ? അതുകൊണ്ടൊരു ജീവിതം മാറുമോ? കേൾക്കുമ്പോഴൊരു അതിശയോക്തി പോലെ തോന്നുന്നുണ്ടാവും, അല്ലേ? വെറും 2 മണിക്കൂർ കൊണ്ട് ഒരാളുടെ ജീവിതം എങ്ങനെയാണ് മാറിമറിയുന്നത്? പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത് തന്നെയാവാം. അപ്പോൾ നമുക്ക് തോമസിന്റെ കഥയിലൂടെ ആ രഹസ്യം എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇതാണ് തോമസ്. ഈ കാണുന്നത് ഒരു ഫാക്ടറിയിലെ രാത്രി കാവൽക്കാരനായിരുന്ന, യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന പഴയ തോമസ്. ഇനി ഇപ്പുറത്തേക്ക് നോക്കൂ, വെറും 3 മാസം, അത്രയുള്ളൂ. അതിനുള്ളിൽ ഇരട്ടി ശമ്പളത്തിൽ ഒരു അടിപൊളി അക്കൗണ്ടന്റായി മാറിയ പുതിയ തോമസ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ മാറ്റം അതെങ്ങനെ സംഭവിച്ചു? അപ്പോ തോമസിന്റെ കഥ തുടങ്ങുന്നത് അയാൾ ശരിക്കും ഒരു കെണിയിൽപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ്. നമുക്കതിനെ പിന്നോട്ടു പോയൊരു ജീവിതം എന്ന് പറയാം. അതായത്, ലോകം മുഴുവൻ ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങുക, ലോകം ഉറങ്ങുമ്പോൾ ജോലിക്ക് പോവുക, അങ്ങനെ ഒരു ജീവിതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, തോമസിന്റെ അവസ്ഥ. 32 വയസ്സുണ്ട്, കിട്ടുന്ന ശമ്പളം കഷ്ടിച്ചു ജീവിക്കാൻ മാത്രം. മുന്നോട്ട് ഒരു വഴിയും കാണാനില്ല. ചുറ്റുമുള്ളവരൊക്കെ അവരുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ താൻ മാത്രം ഈ രാത്രി മുഴുവൻ ജോലി ചെയ്ത് പകൽ കിടന്നുറങ്ങുന്നു. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതം ഒരടി മുന്നോട്ടു പോകുന്നില്ല. അതായിരുന്നു ശരിക്കും അയാളുടെ ഏറ്റവും വലിയ വേദന. ഇതിന്റെയൊക്കെ കൂടെ വീട്ടിൽ നിന്നും നല്ല സമ്മർദ്ദം. അമ്മയുടെ ഈ വാക്കുകള് അതവന്റെ നെഞ്ചിലൊരു കനലുപോലെ കിടന്നു. പോരാത്തതിന് തന്റെ ഈ അവസ്ഥയിലുള്ള വിഷമവും കഷ്ടപ്പാടും കാരണം അമ്മയൊന്ന് തളർന്നു വീണു. അന്ന് തോമസ് ഒരു തീരുമാനമെടുത്തു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതായിരുന്നു ആ ജീവിതം മാറ്റിമറിച്ച നിമിഷം, ആ ടേണിംഗ് പോയിന്റ്. ആ ഒരൊറ്റ തീരുമാനമാണ് തികച്ചും അവിചാരിതമായൊരു കണ്ടുമുട്ടലിലേക്ക് അവൻ എത്തിച്ചത്. അവന്റെ ജീവിതം മാറ്റിമറിച്ച ആ വലിയ രഹസ്യം അവൻ അറിയാൻ പോകുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതിരാവിലെ ടൗണിലേക്കുള്ള ബസ്സിൽ വെച്ച് തോമസ് ഒരാളെ കണ്ടു. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ, മിസ്റ്റർ ചുൻ. തോമസ് ആകെ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയൊരു മനുഷ്യൻ എന്തിനായിരിക്കും ഈ വെളുപ്പാങ്കാലത്ത് സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നത്? അവൻ കുറേ നേരം ആലോചിച്ചു. പിന്നെ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, "സാർ, എന്തിനാണ് ഇത്ര രാവിലെ എഴുന്നേറ്റ് പോകുന്നത്?" അത് കേട്ട് മിസ്റ്റർ ചുൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "മോനെ, രാവിലെ 5 മണിക്കും 7 മണിക്കും ഇടയിലുണ്ടല്ലോ, അതൊരു മാന്ത്രിക സമയമാണ്." ആ ഒരൊറ്റ വാചകം, അത് തോമസിന്റെ ഉള്ളില് വലിയൊരു പ്രകാശം നിറച്ചു. അപ്പോ എന്താണ് ഈ മാന്ത്രിക മണിക്കൂറുകൾ എന്ന് പറയുന്നത്? ഒന്നുമില്ല, സിമ്പിളാണ്. ലോകം ഉണർന്നു വരുന്നതിന് മുൻപുള്ള സമയം. ഫോൺ കോളുകളില്ല, നോട്ടിഫിക്കേഷനുകളില്ല, ആരും നിങ്ങളെ ശല്യപ്പെടുത്താനില്ല. പൂർണ്ണമായും നിങ്ങൾക്ക് സ്വന്തമായ, പ്രൊട്ടക്റ്റഡായ സമയം. നിങ്ങൾക്ക് വേണ്ട ജീവിതം പടുത്തുയർത്താൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സമയം. മിസ്റ്റർ ചുൻ വെറുതെ ഒരു ഉപദേശം കൊടുത്തു പോവുകയല്ല ചെയ്തത്. പകരം തോമസിന് മുന്നിലേക്ക് ഒരു ചാലഞ്ച് വെച്ചു കൊടുത്തു. ഒരു 90 ദിവസത്തെ ചാലഞ്ച്. ദിവസം വെറും 2 മണിക്കൂർ. കേൾക്കുമ്പോൾ ചെറുതായി തോന്നാമല്ലേ? പക്ഷെ കണക്ക് നോക്കൂ, 1 വർഷമാകുമ്പോൾ അത് 730 മണിക്കൂറാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോഴോ വെറുതെ സമയം കളയുമ്പോഴോ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ സമയമാണിത്. ഏകദേശം 3 മാസത്തെ ഫുൾ ടൈം ജോലിയുടെ അത്രയും സമയം. അപ്പോ ഈ 2 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണം? അതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ, അതായത് 5 മണി മുതൽ 6 മണി വരെ, നിങ്ങളുടെ കരിയറിന് വേണ്ടി മാറ്റിവെക്കുക. പുതിയ എന്തെങ്കിലും സ്കിൽ പഠിക്കുക. രണ്ടാമത്തെ മണിക്കൂർ 6 മുതൽ 7 വരെ, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി കുറച്ച് വ്യായാമം ചെയ്യാം, എന്തെങ്കിലും വായിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാം. പക്ഷേ ഇതത്ര എളുപ്പമല്ല. ഇത് നടക്കണമെങ്കിൽ 3 നിയമങ്ങളുണ്ട്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. റൂൾ നമ്പർ 1, എല്ലാ ദിവസവും ഒരു എക്സ്ക്യൂസുമില്ലാതെ 5 മണിക്ക് എഴുന്നേൽക്കുക. റൂൾ നമ്പർ 2, 5 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ കിടക്കണ്ടേ, അപ്പോ രാത്രി 9 മണിക്ക് ഉറങ്ങിയിരിക്കണം. ആൻഡ് ഫൈനലി റൂൾ നമ്പർ 3, ആദ്യത്തെ ഒരാഴ്ച അത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ശരീരം സമ്മതിക്കില്ല, മനസ്സ് മടിയാവും. അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യണം. അപ്പോ തോമസ് ഈ ചാലഞ്ച് ഏറ്റെടുത്തോ? എന്ത് സംഭവിച്ചു? അവന്റെ കഷ്ടപ്പാടിന് ഫലം കിട്ടിയോ? നമുക്ക് നോക്കാം ആ 90 ദിവസങ്ങൾ അവന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന്. മിസ്റ്റർ ചുൻ പറഞ്ഞത് അച്ചട്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ശരിക്കും നരകമായിരുന്നു. എഴുന്നേൽക്കാൻ തോന്നില്ല, ഭയങ്കര ക്ഷീണം. പക്ഷെ അവൻ പിന്മാറിയില്ല. അമ്മയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് അവൻ പിടിച്ചുനിന്നു. ഫോണെടുക്കും, യൂട്യൂബ് തുറക്കും,
എന്നിട്ട് എക്സെല്ലെ, വി ലുക്കപ്പ്, പൈവറ്റ് ടേബിൾസ് പോലത്തെ കാര്യങ്ങളും അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സുമൊക്കെ സൗജന്യമായി കണ്ടുപഠിക്കാൻ തുടങ്ങി. അവന്റെ യാത്ര ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ദിവസം വേദന. പക്ഷേ 21 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ വേദന മാറി അതൊരു ശീലമായി തുടങ്ങി. പിന്നെ സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. 87ാമത്തെ ദിവസം അവന്റെ ജീവിതം മാറിമറിയുന്ന ആ സംഭവം നടന്നു. അവൻ രാവിലെ പഠിച്ച ആ എക്സൽ സ്കില്ല് വെച്ച് ജോലി ചെയ്യുന്ന വെയർഹൌസിലെ കണക്കുകളൊക്കെ ശരിയാക്കാൻ ഒരു പുതിയ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കി. ഇതവന്റെ മാനേജർ കണ്ടു. അദ്ദേഹത്തിനത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അപ്പത്തന്നെ അവനെ കമ്പനിയുടെ പുതിയ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു. ശമ്പളം എത്രയാണെന്നോ? പഴയതിന്റെ നേരെ ഇരട്ടി. വെറും 90 ദിവസത്തെ പരിശ്രമം കൊണ്ട് ഒരു ജീവിതം മാറിമറിഞ്ഞ നിമിഷം. തോമസിന്റെ കഥയിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു? വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മുടെ ഓരോ പ്രഭാതങ്ങളും നമ്മുടെ ഭാവിയാണ് തീരുമാനിക്കുന്നത്. ഇത് തോമസിന് മാത്രം ബാധകമായൊരു കാര്യമല്ല. നിങ്ങൾക്കും എനിക്കും, നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. 1 വർഷം കഴിഞ്ഞു. ഇപ്പോ തോമസ് ഒരു ലീഡ് അക്കൗണ്ടന്റാണ്. നല്ല ശമ്പളമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ അവൻ ഇപ്പോഴും എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. എന്തിനാണെന്നോ? കാരണം അതവന്റെ ഒരു തന്ത്രം മാത്രമായിരുന്നില്ല, അതവന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോ ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾക്ക് ഈ മാന്ത്രിക മണിക്കൂറുകൾ കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുമോ? ഒരു പുസ്തകം എഴുതുമോ? അതോ കുറച്ചുകൂടി നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുമോ? തുടങ്ങാൻ ഒരുപാട് ആലോചിക്കണ്ട. ഇന്ന് തന്നെ തുടങ്ങാം. വെറും 3 സ്റ്റെപ്പുകൾ. 1. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നാളെ രാവിലെ 5 മണിക്ക് അലാറം വെക്കുക. 2. ആ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പോകുന്ന ഒരൊറ്റ സ്കിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. 3. രാത്രി 9 മണിക്ക് ഉറങ്ങുമെന്ന് സ്വയം ഒരു വാക്കുകൊടുക്കുക. അത്രേ ഉള്ളൂ. നിങ്ങളുടെ യാത്ര ഇന്ന് രാത്രി തുടങ്ങുകയാണ്. തോമസ് പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ്. വിജയമെന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരുന്ന ഒന്നല്ല. അതൊരു ദിവസേനയുള്ള ശീലമാണ്, ഒരു ദിനചര്യയാണ്. ആ ദിനചര്യ തുടങ്ങുന്നത് നാളെ രാവിലെ 5 മണിക്കാണ്. നിങ്ങളുടെ അലാറം ക്ലോക്കിന്റെ മറ്റേ അറ്റത്ത് ഒരു പുതിയ ജീവിതം കാത്തിരിപ്പുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഉണരുമോ?